ഓക്കെ, എന്തായാലും അഞ്ജലി, ആശ്വാസകരമായ വാർത്ത, സന്തോഷകരമായ വാർത്ത, ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ആ കുട്ടിയെ ഇപ്പോൾ നേരെ വീട്ടിലേക്കാണോ അതോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷമാണോ, എങ്ങനെയാണ് നടപടിക്രമങ്ങൾ? ശ്രുതി, കുട്ടി ആകെ അസ്വസ്ഥയാണ്. അതായത് നമ്മളോട് സംസാരിക്കാൻ പോലും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതുപോലും വ്യക്തമാക്കാൻ കഴിയാത്തത്ര അസ്വസ്ഥയായിരുന്നു. പിന്നെ അമ്മയെ കണ്ട സന്തോഷമായിരുന്നു. കുട്ടിയുടെ അമ്മയ്ക്കും കൂടുതലൊന്നും നമ്മളോട് പറയാതെ, അതായത് ഏറെ നേരമായി 5 മണിക്കാണ് കുട്ടിയെ കാണാതായെന്നത്. തുടർന്ന് സ്കൂളിൽ ചെല്ലുന്നു. ഇത്ര നേരവും ACP സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു അമ്മയുണ്ടായിരുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ ഈ അമ്മ തന്നെയാണ്, അതായത് കുട്ടിയുടെ സൈക്കിൾ കണ്ട് തിരിച്ചറിയാൻ കഴിയുമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അമ്മയുമായി ബന്ധപ്പെട്ട് ഈ അമ്മയും ചേർത്ത് വെച്ചുകൊണ്ട് ACP ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയത്. തുടർന്ന് ഇവിടെ നിന്നും, അതായത് ഒരു വ്യക്തി അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾ നിരന്തരമായി വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ അമ്മ കാണുകയും തുടർന്ന് ഈ കുട്ടിയെ കണ്ട വ്യക്തിയോട് അമ്മ വിളിച്ചു പറയുന്നു ഇങ്ങനെ ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ടെന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ വീട്ടിലേക്ക് പോകും വഴി ഈ കാര്യം വീണ്ടും ഓർത്ത് തിരിച്ച് ഈ സ്ഥലത്തേക്ക് വരുന്നത്. തുടർന്ന് യൂണിഫോം ഇട്ട കുട്ടിയെ ഇവിടെ കാണുന്നു. അപ്പോഴാണ് ഈ കുട്ടി തന്നെ ആയിരിക്കുമെന്ന ഒരു ഡൗട്ട്. കാരണം മാധ്യമങ്ങളിൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം യൂണിഫോം ഇട്ടും ബാഗ് ഇട്ടൊക്കെയാണ് കുട്ടിയുള്ളത്. തുടർന്ന് ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചപ്പോൾ എളമക്കര എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾക്ക് കൂടുതലും ഉറപ്പായത്. തുടർന്ന് ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് അപ്പോൾ തന്നെ, അതായത് ചാക്യാത്ത് ജംഗ്ഷനിൽ നിന്ന് തന്നെയാണ് കുട്ടിയുടെ അവസാന CCTV ദൃശ്യം ലഭിച്ചതെന്ന് എളമക്കര CA അടക്കം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഈ ഭാഗത്തേക്ക് തന്നെ പോലീസ് വീണ്ടും എത്തുകയായിരുന്നു കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായിട്ട്. കാരണം ഈ KSRTC സ്റ്റാൻഡ് കൂടാതെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊന്നും ലഭിച്ചില്ല. ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് അവസാന CCTV ദൃശ്യം ലഭിച്ചതെന്ന് എളമക്കര CA ഉറപ്പ് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവിടേക്ക് എത്തുന്നു. ഈ ഭാഗത്ത്, അതായത് നമ്മളോട് ആദ്യം DP വേൾഡ് കൊച്ചിന്റെ അടുത്ത് ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ആ ഭാഗത്ത് നിന്ന് ഈ എളമക്കര സ്റ്റേഷനിലേക്ക് ഈ വ്യക്തി വിളിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. അതായത് നമ്മൾ കൃത്യമായും അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. കാരണം ഈ ഒരു പാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ വളരെയധികം ക്ഷീണിതയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് ഈ വ്യക്തി കാണുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങൾ കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കുട്ടിയായിരിക്കുമെന്ന ഒരു ചിന്ത ഉള്ളിലേക്ക് എത്തിയത്. തുടർന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയായിരുന്നു. കാരണം ആ വളവിലെത്തുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട വ്യക്തി വീണ്ടും ഇങ്ങോട്ടേക്ക് ഈ കുട്ടി തന്നെ ആയിരിക്കുമോ, അമ്മ വിളിച്ചു പറഞ്ഞത് മാധ്യമങ്ങളിൽ കണ്ട ഈ കുട്ടി തന്നെ ആയിരിക്കുമോ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. തുടർന്ന് ഈ കുട്ടി ഇവിടെ വലിയ രീതിയിൽ അവശയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഒരാൾ വന്ന് ഈ കുട്ടിയെ ഒന്ന് ആലിംഗനം ചെയ്യുമ്പോഴേക്ക് തന്നെ ഈ കുട്ടി വലിയ രീതിയിൽ കരയാൻ തുടങ്ങിയിരുന്നു. തുടർന്നാണ് ഇയാൾ കൂടുതൽ ഈ കുട്ടിയുമായി സംസാരിച്ച്, ഇപ്പോൾ നമുക്ക് ഇവിടെ അദ്ദേഹം നമ്മോടൊപ്പം തന്നെ ഉണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താ ഒന്നുകൂടി പേരൊന്ന് പറയാം, കാരണം നിങ്ങളെ പോലെയുള്ള ആളുകളെയാണ് കാണുന്നത്. വീട്ടിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. അതെ, എൻ്റെ പേര് ജോർജ് ജോയി എന്നാണ്. ഞാൻ DP വേൾഡിലെ ഫയർമാനാണ്. അപ്പോൾ ഈ രാത്രി ജോലി കഴിഞ്ഞ് പോകുകയില്ല? ഞാൻ എൻ്റെ ഫ്രണ്ട് ഒന്ന് പോയി എറണാകുളം വരെ പോയിട്ട് റിട്ടേൺ വരുന്ന വഴിക്കാൻ കണ്ടത്. അപ്പോൾ ഒരു ഡൗട്ട് തോന്നി. നിങ്ങളുടെ വാർത്തയിൽ പ്രകാരം ഒരു കൊച്ചി മിസ്സിങ് ആണ്, യൂണിഫോം ഇട്ടൊരു കുട്ടി സൈക്കിളോട്ടിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ കുട്ടിയെ തടഞ്ഞു നിർത്തി ചോദിച്ചു. കുട്ടി പറഞ്ഞു നമുക്ക് സ്കൂളിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടെ പിടിച്ച് നിർത്തി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അടുത്ത തമാശ പറഞ്ഞ് പുള്ളിനെ ഇരുത്തി. പുള്ളിയാകെ സങ്കടത്തിലായിരുന്നു. സ്കൂളിൽ നിന്ന് ചെറിയ ഫോൺ പിടിച്ചതിൻ്റെ ഒരു ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടിലാണ് വീട്ടിലേക്ക് പോകാതെ പല ഭാഗങ്ങളിലേക്ക് കുട്ടി സഞ്ചരിച്ചതായി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞത് നായരമല അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു വൈകുന്നേരം വരെ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സൈക്കിളോട്ടി പോകുന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുറേ ഭാഗങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയാണ് പോലീസ് അപ്പോഴും തൊട്ടടുത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പരാതിയൊക്കെ കുട്ടി പറഞ്ഞിട്ടുണ്ട്? കുട്ടി പറഞ്ഞു അത് വീട്ടിൽ നിന്നൊരു മാനസിക പ്രശ്നങ്ങളുണ്ട്. വീട്ടിലങ്ങനെ അമ്മ കുറയുന്നു. പിന്നെ സ്കൂള് ടീച്ചർമാരെയും ഹെഡ് മാസ്റ്റർമാരെയൊക്കെ ഇങ്ങനെ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചേരം കരഞ്ഞുകൊണ്ട് വെച്ച ആളിവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ് കൂളാക്കി നിർത്തി. കരയൊന്നും വേണ്ട, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അതൊക്കെ സമയങ്ങളൊക്കെ കടന്നു പോകുന്നൊക്കെ പറഞ്ഞ് പയ്യെ തമാശയൊക്കെ പറഞ്ഞ് ഇരുത്തിയ ആളിവിടെ. കൃത്യമായ ഈ ജോർജിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം 5 മണിക്ക് കാണാതായ കുട്ടിയാണ്. പോലീസാണെങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് വലിയ രീതിയിലുള്ള ഊർജിതമായ തിരച്ചിൽ നടത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ട് CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെയും പോലീസിന് ആശ്വാസമായത്. ഈ ഒരു ചാക്യാത്ത് ഭാഗത്ത് കുട്ടി ഉണ്ടാകും എന്ന് തന്നെ
വീണ്ടും പ്രതീക്ഷിച്ച് ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. എളമക്കര സി നമ്മളോട് അപ്പോഴും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈ ഭാഗത്തു നിന്നാണ് അവസാന CCTV ലഭിച്ചത്. പക്ഷേ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടതുകൊണ്ടാണ് ഈ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഈ മൂന്നാമത്തെ പാലത്തിന്റെ അടുത്ത് കുട്ടി ഉള്ളതായിട്ട് ഇദ്ദേഹം പോലീസിൽ അറിയിക്കുന്നത്. വലിയൊരു, അതായത് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ വലിയ രീതി, അതായത് 12 വയസ്സുകാരിയാണ്, പെൺകുട്ടിയാണ്. സ്കൂളിൽ നിന്ന് പുറത്തെ ഈ സ്കൂൾ ബാഗുമായിട്ട് സൈക്കിൾ ചവിട്ടിയാണ് ഇത്രയും ദൂരേക്ക് എത്തിയത്. എളമക്കര ഭാഗത്തു നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇദ്ദേഹം കാണുമ്പോൾ വളരെയധികം അസ്വസ്ഥയായിരുന്നു. കാരണം കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കുട്ടികൾ ഇത്തരത്തിൽ അസ്വസ്ഥമാകുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ മാതാപിതാക്കൾ കുട്ടിയെ ചേർത്ത് പിടിച്ച് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ കൂടുതൽ സമയം സ്റ്റേഷനിലേക്കൊന്നും ചിലവഴിക്കാതെ കുട്ടിയെ വീട്ടിൽ വിടുമെന്ന് തന്നെയാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം കുട്ടി അത്രമാത്രം അസ്വസ്ഥയാണ്. പിന്നെ മാതാപിതാക്കൾക്കും നമ്മളോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഒരു കുട്ടിയെ കണ്ടെത്തിയ സന്തോഷവും കൂടാതെ ഇത്ര നേരം ഈ കുട്ടിക്ക് വേണ്ടി അലഞ്ഞ ഒരു ബുദ്ധിമുട്ടുമായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം അവർ പേടിച്ചിട്ടുണ്ടായിരുന്നു. 12 വയസ്സുകാരിയാണ്, വെറും സൈക്കിളിലാണ് പോയത്. എന്താണ് സംഭവിച്ചത്, കുട്ടി സ്വയം പോയതാണോ, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ തുടങ്ങിയ ആശയക്കുഴപ്പത്തിലായിരുന്നു മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായി ഈ പാലത്തിന്റെ മുകളിൽ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് എത്തുകയാണ്. ഇത് വലിയൊരു ആശ്വാസമാണ് ഈ നമുക്കും. അതായത് ഈ രാത്രി ഏറെ വൈകിട്ടും ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് ഓരോരുത്തരെയും നയിച്ചത് ഈ മാധ്യമങ്ങളുടെ വാർത്ത കണ്ടാണ് ഇദ്ദേഹം പോലും ഇവിടേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അമ്മ വിളിച്ചു പറയുന്നു ഇങ്ങനെ ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ടെന്ന്. ഈ വിവരം, അതായത് ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഇവിടെ തന്നെ വീണ്ടും എത്താൻ ഇദ്ദേഹത്തിന് ധൈര്യം നൽകിയത്. കൂടാതെ ഈ കുട്ടി നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിൽ, അതായത് നമുക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തത്ര അസ്വസ്ഥയായിരുന്നു. പിന്നെ എളമക്കര പോലീസിന്റെയും വിവരങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നതാണ്. കാരണം എളമക്കര പരാതി ലഭിച്ചത് ഉടൻ തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു. വിവിധ ഭാഗങ്ങളിൽ, കൊച്ചിയുടെ ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, പച്ചാളം ഭാഗത്തായിക്കോട്ടെ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. രാത്രി ഇത്രയും വൈകിട്ടും ACPയുടെ സംഘം തന്നെ, ACP തന്നെ നേരിട്ടെത്തി അന്വേഷണം നടത്തുന്നു. കുട്ടിയുടെ അമ്മയെ കൂടെ കൊണ്ടുപോകുന്നു. കാരണം അതും വലിയ രീതിയിൽ ഇതിനൊരു പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്താൻ കാരണമാകും. കാരണം കുട്ടിയെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക അമ്മയ്ക്ക് ാണെന്ന ബോധ്യത്തിൽ തന്നെയാണ് കുട്ടിയുടെ അമ്മയെ ACP വാഹനത്തിൽ കൊണ്ടുപോയത്. തുടർന്ന് ഈ ഒരു പാലത്തിൽ വെച്ച് കുട്ടിയെ കണ്ടെത്തുന്നു. വലിയ ആശ്വാസമാണ്. ഈ ഭാഗത്ത് നിന്ന് നിരവധി കുട്ടികളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പിങ്ക് പോലീസ് ഇവിടെ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ആ പാലത്തിന് മുകളിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് വീട്ടുകാരോട് പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ടീച്ചർമാരോട് പങ്കുവയ്ക്കുക, അതൊന്നും വലിയ പ്രശ്നങ്ങളല്ല, എല്ലാം പരിഹരിക്കാൻ പറ്റും. മൊബൈലൊന്നും സ്കൂളിൽ പിടിച്ചതൊരു പ്രശ്നമല്ല എന്ന് തന്നെയാണ്. അതായത് 12 വയസ്സുകാരി ആയതുകൊണ്ട് തന്നെ ആ കുട്ടി, പക്ഷെ നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ട, രാത്രി വീട്ടിൽ പോകാൻ പറ്റാത്തത്ര മാനസിക ബുദ്ധിമുട്ട് ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ നായരമ്പലം ഭാഗത്തും കൂടാതെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിലൊക്കെ ഏറെ നേരം അവശയായ കുട്ടി ഇരിക്കുന്നു. വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. അത് വലിയൊരു മാനസിക ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ടുള്ള ഒരു സ്കൂളിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും നല്ലൊരു പരിചരണം കുട്ടികൾക്ക് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം